നമസ്തേ കുട്ടികളെ, ഇന്ന് ഇടിച്ചക്ക തോരനാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇടിച്ചക്കയാണ് നമുക്ക് താരം. അപ്പോൾ ഇടിച്ചക്ക കിട്ടി, അത് 2 കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അതിന് മുളഞ്ഞൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ 4 കഷ്ണമാക്കി ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ കരുള് എന്ന് പറഞ്ഞാൽ ആ മുള്ളുള്ള ഭാഗങ്ങൾ നമുക്ക് ചെത്തിക്കളഞ്ഞ് ഇതേമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇടിച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഒരു വിസിലേ വേണ്ട കേട്ടോ ഇതിന്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിച്ചക്കയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പൊടിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇടിച്ചക്ക വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, അധികം വെള്ളം വേണ്ട. ഇടിച്ചക്ക വേഗം. അതിന് ശേഷം വെന്ത ശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അത് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊരിഞ്ഞ ശേഷം നമുക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് മൂത്ത ഉടനെ തേങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടിച്ചക്ക വേവിച്ച് വെച്ച ഇടിച്ചക്ക നല്ലോണം വെന്തുണ്ട്. ഇതേമാതിരി ഉടയണ മാതിരിയാകുമ്പോൾ എടുത്തിട്ട് ഇനി നമുക്ക് തോരനിലേക്ക് ഇടാം. പണ്ടൊക്കെ നമ്മളതെടുത്ത് ചതച്ചിട്ടൊക്കെ ഇട്ടായിരുന്നു. ഇപ്പോൾ ഇടിച്ചക്ക വേഗം വേവുന്നുണ്ട്, കുക്കറിലല്ലേ വെന്തുണ്ടാവും. അത് നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് തന്നെ ആ കയ്യിൽ കൊണ്ട് തന്നെ ഉടച്ചു കൊടുത്താൽ നല്ല ഉടഞ്ഞ് ചേർന്നത് നമുക്ക് നല്ല തോരനായി കിട്ടും. അപ്പോൾ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തേങ്ങയും അതുമാതിരി പച്ചമുളകൊക്കെ ചക്കയിൽ പിടിക്കുന്ന മാതിരി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.